ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. ഈ രാജ്യത്ത് ജനാധിപത്യം കൊണ്ടുവന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഈ രാജ്യം ഒരു മതേതര രാഷ്ട്രമാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. ഈ രാജ്യത്തിന് സുശക്തമായ ഒരു ഭരണഘടന ഉണ്ടാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിക്ക് ഒരു പാരമ്പര്യമുണ്ട്, ഒരു പൈതൃകമുണ്ട്. ആ പാരമ്പര്യത്തിനും പൈതൃകത്തിനും എതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീക്ഷണത്തിൽ വന്ന ലേഖനത്തെക്കുറിച്ച് വീക്ഷണത്തിൻ്റെ ആളുകളോട് ചോദിച്ചാൽ അവർ പറയും നമുക്കതിനെക്കുറിച്ച് അറിയത്തില്ല. എന്ത് അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു മുഖപത്രത്തിൽ അങ്ങനെ ഒരു എഡിറ്റോറിയൽ എഴുതാൻ ആരാണ് ആ എഡിറ്റോറിയൽ കൈകാര്യം ചെയ്യുന്നവരെ പ്രേരിപ്പിച്ചതെന്നൊക്കെ അവർ പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അത് കേരളത്തിലെ പൊതുജന സമൂഹം ആ എഡിറ്റോറിയൽ പരമപുച്ഛത്തോടു കൂടി തള്ളിക്കളയും. അതിന് യാതൊരു തർക്കവുമില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അറസ്റ്റിന് വഴങ്ങണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു അഭിപ്രായം കൂടി അങ്ങേക്കുണ്ടോ? ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം പറയാം. ഒരു വ്യക്തിക്ക് വേണ്ടി, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സാധ്യതകളെ മങ്ങലേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് വേണ്ടി ഈ പ്രസ്ഥാനത്തെ ബലികഴിക്കണോ എന്നുള്ളത് ആലോചിക്കേണ്ട വിഷയമാണ്. കാരണം ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് പൊതുജന സമൂഹത്തിൽ ഒരു വിലയും നിലയുമുണ്ട്. ആ വിലയും നിലയും നഷ്ടപ്പെടുന്നതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് വേണ്ടി ഈ പ്രസ്ഥാനത്തെ ബലി കഴിക്കരുതെന്ന് വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുകയാണ്. അങ്ങ് നിലപാടുകൾ ഉറച്ചു പറയുന്ന ഒരാളാണ്. അങ്ങ് ഇപ്പോൾ ആ നിലപാട് വ്യക്തമായി പറയുന്നു. തനിക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ അത് CPM നിന്നല്ല, BJP നിന്നല്ല, കോൺഗ്രസിനകത്തു നിന്ന് തന്നെയാണ് എന്ന് പറയുന്നതിലെല്ലാം ഉണ്ട്. ഇക്കാര്യത്തിൽ കോൺഗ്രസിലെ മറ്റ് നേതാക്കൾ അങ്ങയുമായി സംസാരിച്ചിരുന്നു. അങ്ങേക്കൊരു പിന്തുണ നൽകുന്ന പ്രതികരണം ഉണ്ടായോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? എനിക്കാരുടെയും പിന്തുണ ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ പൊതുജന സമൂഹം വിലയിരുത്തേണ്ട കാര്യങ്ങളാണ്. കോൺഗ്രസിന്റെ സാധാരണക്കാരായ പ്രവർത്തകർ വിലയിരുത്തേണ്ട കാര്യമാണ്. ഈ സാധാരണമായ പ്രവർത്തകർക്ക് ആർക്കും പാർലമെന്റ് മെമ്പറാവാൻ പറ്റില്ല, അസംബ്ലി മെമ്പറാവാൻ പറ്റില്ല. അവർക്ക് ജീവിതത്തിലാകാൻ പറ്റുന്ന ഒരു പഞ്ചായത്ത് മെമ്പർ, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെയാണ്. അപ്പോൾ ഇന്ന് അവർക്കിതൊക്കെ ആകാൻ 2010 പോലെ അനുകൂലമായ ഒരു കാലാവസ്ഥയാണുള്ളത്. ആ കാലാവസ്ഥയെ നശിപ്പിക്കുന്ന പ്രവണതകളും പ്രവർത്തനങ്ങളും ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അടിയുറച്ച അഭിപ്രായമുണ്ട്. ശരി, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇപ്പോൾ അങ്ങേക്കെതിരെ മാത്രമല്ല സൈബർ ആക്രമണം. അങ്ങ് പറഞ്ഞല്ലോ, ഇതിലെ യുവതിയെ, ഇരയെ പ്രകോപിപ്പിക്കുന്ന, അതിജീവിതയെ പ്രകോപിപ്പിക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ രാഹുലിന്റെ ഭാഗത്ത് മാത്രമല്ല, ഇപ്പോൾ ഈ പരാതി നൽകിയ ശേഷം അതിജീവിതയ്ക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ ഈ കോൺഗ്രസിന്റെ ഔദ്യോഗിക സൈബർ വിങ്ങിൽ നിന്നാണ് എന്നതിന്റെ വിവരങ്ങളും പുറത്തു വരികയാണ്. അതായത് ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് ആഞ്ഞടിക്കൂ എന്ന്. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ ഇങ്ങനെ പല രൂപത്തിൽ പ്രചരിക്കുകയാണ്. അപ്പോൾ ഒരു നിർദ്ദേശം ഈ ഔദ്യോഗികമായ സൈബർ വിങ്ങിൽ നിന്ന് പോവുകയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, എത്രത്തോളം ഗുരുതരമാണ് ഇക്കാര്യം? അങ്ങനെ കോൺഗ്രസിന്റെ ഔദ്യോഗിക വിങ്ങിൽ നിന്ന് ഒരു നിർദ്ദേശം ആഞ്ഞടിക്കൂ എന്ന് പറഞ്ഞു പോയി എന്ന് പറയുന്നത് എനിക്കൊരിക്കലും വിശ്വസിക്കാനാവില്ല. കോൺഗ്രസ് അത്ര അധപ്പതിപ്പിക്കുമെന്നാണോ നിങ്ങളുടെ വിശ്വാസം? കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ തരം താഴില്ല. കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ അധപ്പതിക്കില്ല. കോൺഗ്രസിന്റെ സൈബർ വിങ്ങിനോട് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തു എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. ഈ ഡിജിറ്റൽ മീഡിയ സെൽ അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അങ്ങേക്ക് പരിശോധിച്ചാൽ അറിയാം. ഞാനിത് ഈ സൈബർ ലോകത്ത് ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്ന ഒരാളേ അല്ല, മനസ്സിലായില്ലേ? ഞാൻ ഈ വരുന്ന ഈ പോസ്റ്റുകൾ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. KPCCയുടെ ഡിജിറ്റൽ മീഡിയ സെൽ എന്നുള്ളത് പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയുടെ ശബ്ദമായി, പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്താനാണല്ലോ. പക്ഷെ ചെയ്യുന്നത് ഇതാണ്. അതൊക്കെ നിങ്ങൾ അതിന്റെ ഡിജിറ്റൽ സെല്ലിന്റെ ആളുകളെ വിളിച്ചു ചോദിക്കണം. എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല, മനസ്സിലായില്ലയോ? കേരളത്തിലെ ഡിജിറ്റൽ സെല്ലിന്റെ ജോലി കോൺഗ്രസിനെ നശിപ്പിക്കലാണോ നന്നാക്കലാണോ എന്നുള്ളത് നിങ്ങൾ അവരോട് വിളിച്ചു ചോദിക്കണം, മനസ്സിലായില്ലേ? എന്നോട് ചോദിച്ചാൽ എനിക്ക് അതിന് മറുപടി പറയാൻ അറിയില്ല. ശരി, അങ്ങിപ്പോൾ ഇനി പ്രകോപിപ്പിച്ചാൽ നടപടി എന്ന് പറയുമ്പോൾ ഇനിയും സൈബർ ആക്രമണങ്ങൾ ഉണ്ടായാൽ അങ്ങ് വാർത്താ സമ്മേളനം നടത്തും അല്ലേ? തീർച്ചയായിട്ടും നടത്തും. അതിനെന്താ തർക്കം വന്നിരിക്കുന്നത്?
ഈ സൈബർ ആക്രമണം തുടർന്നാൽ ഞാൻ പത്രസമ്മേളനം നടത്തുന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. അതിനെന്താ തർക്കം എന്നിരിക്കുന്നത്? ഒരു തർക്കവും വേണ്ട. എനിക്കറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ പൊതുജന സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കും. അതിന് യാതൊരു തർക്കവും വേണ്ട. തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ ചുമ്മാ തെറിച്ചു പോട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മനസ്സിലായില്ലേ? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഒരു കാര്യം കൂടി. ഇപ്പോൾ പാർട്ടി സസ്പെൻഡ് ചെയ്ത ശേഷം നിയമസഭാ സമ്മേളനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയത് തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസ് നേതാവിനൊപ്പമാണ്. ആ നേതാവിനെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒളിവിൽ കഴിയുന്നതും ഈ തരത്തിൽ ചില യുവ നേതാക്കളുടെ പിന്തുണയോടെയാണ് എന്ന സൂചനയാണ്. ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുമ്പോൾ നമുക്കറിയാം ആരാണ് കൂടെ ഉണ്ടായിരുന്നതെന്ന്. അങ്ങനെയെങ്കിൽ അവർക്കും ഒരു കർശനമായ നിർദ്ദേശം പാർട്ടി നൽകേണ്ടതല്ലേ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? ഒരു തരത്തിലുള്ള പിന്തുണയും കൊടുക്കരുത്. പ്രസിഡന്റ് പച്ച ജീവനോട് ഇരിപ്പുണ്ട്, പ്രതിപക്ഷ നേതാവ് ഇരിപ്പുണ്ട്. അവരോടൊക്കെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്നോട് ചോദിക്കണ്ട. ഇപ്പൊ നിങ്ങള് എന്നെ ഈ ഇതിൽ വിളിക്കാൻ കാരണം എനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെ കുറിച്ച് ചോദിക്കാനാണ് എന്നെ വിളിച്ചത്. ആ സൈബർ ആക്രമണത്തെ കുറിച്ചുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്ത് പാർട്ടിയുടെ കാര്യങ്ങൾ പറയാൻ KPC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവുണ്ട്. നിങ്ങൾ അവരോട് ചോദിക്കണം. മനസ്സിലായില്ലേ? ശരി, അതിനെക്കുറിച്ചൊന്നും മറുപടി പറയാൻ ഞാനില്ല. പക്ഷേ ഞാൻ 2 ദിവസത്തിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? കാര്യം ഈ പെൺകുട്ടിയെ പ്രകോപിപ്പിച്ചിട്ടാണ് മുഖ്യമന്ത്രി അടുത്ത് എത്തിച്ചത്. അന്ന് പാർട്ടി അയാളെ സസ്പെൻഡ് ചെയ്തപ്പോൾ, പാർലമെന്ററി പാർട്ടി അയാളുടെ നടപടിയെടുത്തപ്പോൾ ആ നടപടി ശിരസ വഹിച്ച് അദ്ദേഹം പാർട്ടി അച്ചടക്കം പാലിച്ചുകൊണ്ട് നിന്നിരുന്നെങ്കിൽ ഇന്ന് അയാൾക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞതിനാണോ എന്നെ സൈബർ ആക്രമണം? അത് ഞാൻ 1000 പ്രാവശ്യം പറയും, 1000 പ്രാവശ്യം. ശരി, അങ്ങ് തുറന്ന് വളരെ വിശദമായി പ്രതികരിച്ചതിന് വളരെയധികം നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ.